പ്രധാനമായും നമ്മുടെ മക്കൾ വഴിപിടിച്ച് പോകാതിരിക്കാൻ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, അവർ ആരുമായി കൂട്ടുകൂടുക എന്ന് ശ്രദ്ധിക്കുക. അവരുടെ കൂട്ടുകാർ ഏത് രീതിയിലുള്ള കൂട്ടുകാരാണെന്ന് നമ്മൾ നല്ലതുപോലെ വിലയിരുത്തുക. കാരണം അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യന്റെ സ്വഭാവം എന്താണ് എന്ന് നിശ്ചയിക്കുന്നത് അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവം വെച്ചിട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എത്ര വലിയ മോശമുള്ള കൂട്ടുകാരനാണ്, ഞാൻ അങ്ങനെ ആവൂല എന്നൊക്കെ ആദ്യം പറയും, പിന്നെ ആ കൂട്ടുകാരൻ കൊണ്ടുപോകും, വഴി പിഴപ്പിക്കും. ഒരു നല്ല കൂട്ടുകാരൻ മിസ്ക് പോലെയാണ്, എവിടെ വെച്ചാലും അതിന്റെ പരിമളം ഉണ്ടാകും. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ നമ്മുടെ മക്കൾക്ക് സമ്പാദിക്കാൻ കഴിയണം. നല്ല കൂട്ടുകാരുമായി നമ്മുടെ മക്കൾക്ക് ചങ്ങാത്തം ഉണ്ടാകണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട്, നമ്മുടെ മക്കൾ അതിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായ കൗൺസിൽ കൊടുത്തുകൊണ്ട് പടിപടിയായി അവരോടൊപ്പം നമ്മളുണ്ട്, ചേർന്ന് നിൽക്കാനുണ്ട് എന്ന നല്ല ബോധം കൊടുത്തുകൊണ്ട് അവരെ തസ്കിയത്ത് ചെയ്യാൻ, തർബിയത്ത് ചെയ്യാൻ അതിന്റെ ആൾക്കാരുടെ അടുക്കിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഉസ്താദന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകണം, തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിക്കണം, വിദഗ്ധരായ സൈക്കോളജിസ്റ്റുകളുടെ അടുക്കിലേക്ക് അവരെ കൊണ്ടുപോയി സൈക്കോളജി ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് നല്ല നിലയിൽ അവരെ വാർത്തെടുത്ത് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.